ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നൈസായിട്ട് ദുബായിൽ വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എനിക്കറിയുന്ന ഒരു അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അറിയില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് കെയർ ഇൻ്റർനാഷണൽ ഏജൻസി, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏജൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, ഒന്നാമത് അത് ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓസ്ട്രേലിയ, കാനഡ അങ്ങനത്തെ യൂറോപ്യൻ കൺട്രിയിലാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെയും എന്താ പറയുക, യു എയിലും അവർ ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവരെ പേഴ്സണലി അറിയില്ല. എനിക്കൊരു ഏജൻസി ആയിട്ട് ഒരു ഇതും അറിയത്തില്ല. പിന്നെ ഞാൻ വന്നൊരു ഏജൻസിയാണ്, അത് എനിക്കറിയാം. പിന്നെ കുറേ ഇങ്ങനെ ക്യാഷ് ഇതാക്കുന്ന ഏജൻസികളും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ യു എയിലുള്ള ആളാണെങ്കിൽ നിങ്ങളൊരു ഏജൻസിനെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല. യു എയിൽ ജോലി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നിരവധി ഓൺലൈൻ സൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് തന്നെ പോയി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് CV കൊടുക്കാം. അങ്ങനെ പല മാർഗ്ഗങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ജോലി കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ ഈ എല്ലാ ഏജൻസികളും എന്താ പറയുക, നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലരൊക്കെ ജെന്യൂൻ ആയിട്ടുള്ളതുണ്ട്. പക്ഷേ ഓൾമോസ്റ്റും ഫേക്കാണ്. ക്യാഷ് മാത്രം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ക്യാഷും കാര്യങ്ങളും വാങ്ങിക്കഴിഞ്ഞിട്ട് ജോലി വാഗ്ദാനം ചെയ്യും. എന്നിട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല. മേ ബി അവർ ഭയങ്കര ഇതായിരിക്കും, ഞങ്ങൾക്ക് അവിടെ എത്ര വേക്കൻസി ഉണ്ട്, അവിടെ നാളെ കിട്ടും, ഇത് കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു 200 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക, അപ്പോഴേക്കും അടുത്ത പ്രോസസ്സിങ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഈ ക്യാഷ് ചോദിച്ചിട്ടുള്ള ഏജൻസികളാണോ, അത് ഒരുവിധം എന്താണ് ഫേക്കാണ്. അല്ല, നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയ അല്ലാണ്ട് യൂറോപ്പിൻ്റെ അതർ കൺട്രീസിലൊക്കെ പോകാനാണെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് വൈസ് അറിയില്ല. എന്താ വെച്ചാൽ ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ യൂണിറ്റ് കെയർ ഇൻ്റർനാഷണലിനെ കുറിച്ചിട്ടും ഞാൻ അധികം കേട്ടിട്ടില്ല. അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നല്ലതാണ്, അതിൽ പോയ സ്റ്റാഫിൻ്റെയൊക്കെ. പക്ഷേ നിങ്ങൾ അതിൽ പോയ സ്റ്റാഫിൻ്റെ നമ്പർ മേടിക്കുക, എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ച് ജെന്യൂൻ ആണെന്ന് അറിയാം. അല്ലാണ്ട് തന്നെ അവർ പൈസയാണ് ആദ്യം ചോദിച്ചു വരുന്നതെങ്കിൽ ഇത്ര പൈസ കെട്ടി വെക്കണം എന്നിട്ടേ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായും വിശ്വസിക്കരുത്, ഫേക്ക് ആയിരിക്കും. അപ്പോൾ ഗ്യാസ് വീഡിയോയിലെ വോയിസ് മൈക്ക് ഓഫായിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിലും ചുണ്ടും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുക. അപ്പോൾ ആദ്യം തന്നെ പൈസ കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നവരാണെങ്കിൽ ഉറപ്പായും വിശ്വസിക്കരുത്. അല്ലാണ്ട് തന്നെ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ട്, പോയി ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾ ഇവിടെ ഉള്ള ഇവിടെ ആണെങ്കിൽ എളുപ്പത്തിന് കിട്ടും. ഇനിയിപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിടാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് മെയിലും കാര്യങ്ങളൊക്കെ വരും. അല്ലാണ്ട് ഈ തേർഡ് പാർട്ടി ആൾക്കാരെ അത്ര 100% വിശ്വസിക്കരുത്. അപ്പോൾ അറിഞ്ഞ് ഒന്നിൽ 100 വട്ടം അന്വേഷിച്ച് അവർ കറക്റ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം അതിലേക്കൊക്കെ എടുത്ത് ചാടുക. എനിക്കൊക്കെ പറ്റിയ പോലെ പറ്റരുത്, വെറുതെ പൈസ കൊണ്ടേ കളയരുത്. അങ്ങനെ ജോലി മേടിച്ചു കൊടുക്കുന്നതും ഉണ്ട്. ഇപ്പോൾ കുറേ ഏജൻസികൾ പൈസ വാങ്ങിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എന്താ പറയുക, ചിലവർ നല്ല 100% കറക്റ്റാണ്. പക്ഷെ അധികം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേക്കാണ്. അപ്പോൾ എല്ലാവരും കണ്ടറിഞ്ഞ് ഇതാക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഇതിൽ വോയിസ് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതാക്കാൻ എന്താ പറയുക, വോയിസ് പോയി ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്, ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുക. എനിക്കറിയുന്ന പോലെ അന്വേഷിച്ചിട്ട് നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.